വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. BJP നേതാവ് N ശിവരാജനെതിരെ DYFI. ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം. ശിവരാജനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് DYFI നേതാക്കൾ. പഠന മികവിന് പ്രോത്സാഹനം. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി ബാങ്കുകളും ക്ലബ്ബുകളും. വിവിധ കേന്ദ്രങ്ങളിൽ അനുമോദന സദസ്സുകൾ. ഏകദിന തീർത്ഥാടന കേന്ദ്രമായ കഞ്ചിക്കോട് നല്ലിയട ദേവാലയത്തിൽ പൂർണ്ണദണ്ഡന മോചനം തേടി വിശ്വാസികൾ. ദേവാലയത്തിൽ ദിവ്യകാരുണ്യ തീർത്ഥാടക സംഗമം ഭക്തി നിർഭരമായി. സംഗമിച്ചത് പാലക്കാട് ഒലവക്കോട് തത്തമംഗലം ഫറോനകളിൽ നിന്നുള്ള വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. BJP നേതാവ് N ശിവരാജൻ ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരത്തിൽ DYFI പ്രകടനം നടത്തി. രാജ്യദ്രോഹം കുറ്റം ചുമത്തി ശിവരാജനെ അറസ്റ്റ് ചെയ്യണമെന്ന് DYFI ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ദേശീയ പതാകയെ അപമാനിക്കുക വഴി BJP നേതാവ് നടത്തിയത് രാജ്യദ്രോഹമാണെന്നും ശിവരാജനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഭരണ സംവിധാനങ്ങളിൽ ഭാരതാംബയെ ആരാധിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ്. സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് DYFI ജില്ലാ പ്രസിഡന്റ് ജയദേവൻ പറഞ്ഞു. ദേശീയ പതാകയെ അപമാനിച്ചതിനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ അധിക്ഷേപിച്ചതിനുമെതിരെ DYFI SP-ക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഏകദിന തീർത്ഥാടന കേന്ദ്രമായ കഞ്ചിക്കോട് നല്ലിയട ദേവാലയത്തിൽ ക്രിസ്തു ജയന്തി മഹാജൂബിലി വർഷത്തിൽ പൂർണ്ണദണ്ഡന വിമോചനം തേടി വിശ്വാസികളെത്തി. ദേവാലയത്തിൽ നടന്ന ദിവ്യകാരുണ്യ തീർത്ഥാടക സംഗമത്തിൽ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികനായി. ഈശോയുടെ ജനനത്തിന്റെ അഥവാ ക്രിസ്മസിന്റെ 2025 സംഭവം അനുസ്മരിച്ചുകൊണ്ട് മഹാജൂബിലിയായി, ക്രിസ്തു ജയന്തിയുടെ വലിയ ജൂബിലിയായി ലോകമെങ്ങും ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ മഹാജൂബിലി എങ്ങനെ കൂടുതൽ ഫലപ്രദമായി നമ്മുടെ രൂപതയിൽ ആഘോഷിക്കാം എന്ന് ചിന്തിച്ചതിന്റെ ഒരു ഫലമാണ് പാലക്കാട് സോണൽ ആഘോഷം. ഏകദിന തീർത്ഥാടന കേന്ദ്രമായി പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പ്രഖ്യാപിച്ച കഞ്ചിക്കോട് നല്ലിടയ ദേവാലയത്തിൽ നിരവധി വിശ്വാസികളാണ് എത്തിയത്. ദിവ്യകാരുണ്യ തീർത്ഥാടക സംഗമത്തിൽ പാലക്കാട് ഒലവക്കോട് തത്തമംഗലം ഫൊറോനകളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പങ്കെടുത്തു. മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികനായി. ഫൊറോന വികാരിമാരായ ഫാദർ ജോഷി പുലിക്കോട്ടിൽ, ഫാദർ സണ്ണി വാഴേപ്പറമ്പിൽ, ഫാദർ ഷാജു അങ്ങേവീട്ടിൽ, ഫാദർ ലെറ്റ്സൺ തൂക്കുപറമ്പിൽ, ഫാദർ തോം കിഴക്കേടത്ത് എന്നിവർ സഹകാർമ്മികരായി. ഫാദർ ജസ്റ്റിൻ തടത്തിൽ ദിവ്യകാരുണ്യ പ്രഭാഷണം നടത്തി. ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ആദരായണം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും MLA കൈമാറി. ഈ ബാങ്കിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ, പ്രധാനമായും ഷെയർ ഉടമകൾ എന്ന് പറയും, അതുപോലെ തന്നെ നിക്ഷേപകർ, അതിലെല്ലാം ഉപരിയായി വായ്പക്കാർ, ഇവരാണ് ഈ ബാങ്കിന്റെ ധനകാര്യ സ്ഥാപനം എന്ന നിലക്ക് ബാങ്കിങ് കൈകാര്യം ചെയ്യുമ്പോൾ ദൈനംദിനമായി അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വെറും ഡെപ്പോസിറ്റ് വാങ്ങുക, അങ്ങനെ നിക്ഷേപിക്കുന്ന പണം ജനങ്ങൾക്ക് വേണ്ടി വായ്പ കൊടുക്കുക, അങ്ങനെ വായ്പ തിരിച്ചടക്കുക, പിന്നെ തിരിച്ച് ലോൺ കൊടുക്കുക, അതാണ് ബാങ്കിങ് എന്ന് പറയും. പക്ഷേ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിലയിലുള്ള സേവനങ്ങളും അവരുടെ സാധ്യതക്കനുസരിച്ചുകൊണ്ട് നൽകിക്കൊണ്ടാണ് ഈ ബാങ്കിന്റെ വളർച്ചയുടെ പടവുകൾ അവർ കയറിയിരുന്നത്. ശനിയാഴ്ച വൈകുന്നേരം ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് P. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പരിധിയിൽ 2025 വർഷത്തെ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു.
പാലക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ രാജ്മോഹൻ ക്ലാസ് എടുത്തു. ഒരു സമീപ പ്രദേശത്ത് ഒരു പെൺകുട്ടിക്ക് ലഹരി വസ്തു നൽകി ഉപദ്രവിച്ചു എന്നുള്ള ഒരു കേസിന്റെ ലഹരിയുടെ ഒരു പശ്ചാത്തലം അന്വേഷിക്കാൻ എക്സൈസ് ഇന്റലിജൻസിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ എനിക്കുണ്ടായി. അങ്ങനെ അന്വേഷിച്ച സന്ദർഭത്തിൽ ആ കുട്ടിയുടെ അച്ഛന്റെ സുഹൃത്തിൽ നിന്നാണ് ആ കുട്ടിക്ക് ആ ലഹരി വസ്തു ആദ്യമായിട്ട് ലഭിക്കുന്നത്. അവർക്ക് കോളയിൽ ആ ലഹരി വസ്തു ഇട്ടുകൊടുത്തുകൊണ്ടാണ് ആ കുട്ടിയെ സ്വാധീനിക്കുന്നത്. പിന്നീട് ആ കുട്ടി കോള വീണ്ടും വാങ്ങി കുടിച്ച സന്ദർഭത്തിൽ ആ കുട്ടിക്ക് ലഹരി ലഭിക്കാതെ വരികയും വീണ്ടും ഈ ആളുകളെ സമീപിക്കുകയും വീണ്ടും ഈ ആളുകൾ ആ കുട്ടിക്ക് ഈ ലഹരി വസ്തു നൽകിക്കൊണ്ട് കോള കൊടുക്കുകയും അങ്ങനെ തുടർച്ചയായി കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയുണ്ടായി. അതുപോലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ സമീപ പ്രദേശത്തിന്റെ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ രണ്ടാമത്തെ മലയാളി കൂടിയായ ശ്രീഷ രവീന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ MK ശ്രീനിവാസൻ, P സോമസുന്ദരൻ, C ഉണ്ണികൃഷ്ണൻ, RK രവി, PA പത്മജ, RK റോജ, ബാങ്ക് മുൻ പ്രസിഡന്റ് KT ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സ്വാഗതവും സെക്രട്ടറി വിനോദ് മേനോൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പുതുശ്ശേരി മലയങ്കാവ് മാർസ് ക്ലബ്ബ് അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടത്തി. നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയാണ് ക്ലബ്ബ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത മികച്ച അംഗൻവാടി വർക്കർ കനകയെ പുരസ്കാരം നൽകി ആദരിച്ചു. കസബ പോലീസ് സ്റ്റേഷൻ SI മനോജിന്റെ നേതൃത്വത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി C വിജയ് സ്വാഗതവും സെക്രട്ടറി മനു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാനയംകുളം സർവീസ് സഹകരണ ബാങ്ക് അനുമോദന സദസ്സ് നടത്തി. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ നിക്ഷേപകർക്കിടയിൽ വായ്പക്കാർക്കിടയിൽ മെമ്പർമാർക്കിടയിൽ പൊതുസമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന അംഗീകാരത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ സംഘം വിദ്യാഭ്യാസ മേഖലയിലും അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം തന്നെയാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരീക്ഷകളിലൊക്കെ തന്നെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കുട്ടികളെയും അനുമോദിക്കാൻ തീരുമാനിച്ചത്. സാധാരണ ബാങ്ക് എന്ന് പറയുമ്പോൾ അതിലേക്ക് നിക്ഷേപകർ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക, നിക്ഷേപിക്കുക, അവരുടെ കാലാവധിക്കനുസരിച്ച് കൊണ്ടത് കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചെടുക്കുകയോ ചെയ്യുക. വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ K രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസ്, C സൂരജ്, പഞ്ചായത്ത് അംഗം V സിന്ധു, വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ രാജീവ് മാസ്റ്റർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ, ജഗദീഷ്, TP ഭാസ്കരൻ, K കൃഷ്ണകുമാർ, ഗോപിനാഥൻ, V സുധ തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC +2 VHSC പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടി വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം പാലപ്പുറം ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം സംഘടിപ്പിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് വികസനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം നല്ല തലമുറകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ തലമുറയെ ആ അർത്ഥത്തിൽ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് സഹകരണ ബാങ്ക് ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുക. അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. സമഗ്രമായ വികസനമാണ് അതിന് മുഖ്യം, തലമുറകളെ വാർത്തെടുക്കലാണ്. SSLC +2 VHSC CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ബാങ്ക് അനുമോദിച്ചത്. പാലപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സിൽ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് N അസീസ് സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ K രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് N മുഹമ്മദ് ഫൈസൽ, T ഷിബു, C മാധവൻ, K രാധാകൃഷ്ണൻ, M രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആറ്റൂർ അർഫ സ്കൂളിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച അധ്യാപകരെയും ആദരിക്കൽ ചടങ്ങ് നടന്നു. അർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS അംസ ഉദ്ഘാടനം ചെയ്തു.
ഞങ്ങൾ ഈ സയൻസിൻ്റെ, ഈ ടെക്നോളജിയുടെ, ഈ പരിഷ്കാരത്തിൻ്റെ പുരോഗതിയുടെ ഭാഗഭാക്കായി തീരേണ്ടതുണ്ട് എന്ന രീതിയിൽ കാലം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാകപ്പെട്ടിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ കൂടെയാണ്. അടുത്ത് വായിച്ചൊരു കാര്യം, 2020 നവംബർ മാസം 27-ാം തീയതി ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ആണവ ശക്തിയുടെ പിതാവ്, ആരാണതിൻ്റെ പവർ, ന്യൂക്ലിയർ പവറിൻ്റെ, ഇറാൻ ന്യൂക്ലിയർ പവറിൻ്റെ പിതാവ് ആര് എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. മുഹസിൻ ഫക്രിസാദ എന്നാണ് പേര്. അറഫ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KM മുഹമ്മദ്, ട്രഷറർ PM അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി MV സുലൈമാൻ, ഡയറക്ടർ ബോർഡ് മെമ്പർ ഹുസൈൻ ചെറുതുരുത്തി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും പ്രധാനാധ്യാപിക രമ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പുതിയ PTA ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള വയോജനവേദി ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. KSCF പാലക്കാട് ജില്ലാ പ്രസിഡന്റ് M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീനാരായണ സമാജത്തിൽ യോഗ ക്ലാസും അനുബന്ധ ചടങ്ങുകളും സംഘടിപ്പിച്ചു. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MN മോഹനൻ പ്രാർത്ഥന ചൊല്ലി. C മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. KSCF ജില്ലാ സെക്രട്ടറി TN ശ്രീനിവാസൻ യോഗാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. യോഗ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് പതഞ്ജലി മഹർഷിയാണ്. പതഞ്ജലി മഹർഷിയാണ് ഈ യോഗയുടെ അഭിജ്ഞാന ഗുരു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ ഈ ഫിസിക്കലി ഈ യോഗയോടൊപ്പം തന്നെ ധ്യാനയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗം എന്ന് പറയുന്ന പോലെ വാനപ്രസ്ഥ സന്യാസം വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു തപസ് അനുഷ്ഠിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിയാണ്. അതിന് പുറമെ അദ്ദേഹം ഈ യോഗയെക്കുറിച്ച് ഒരു അഷ്ടാംഗ യോഗ, അതായത് അഷ്ടാംഗ യോഗത്തിന്റെ ഒരു എട്ടെണ്ണം, അതിൽ വിശദീകരിച്ച് പറയുന്നില്ല, എനിക്ക് കൂടുതൽ അറിയില്ല. N കൃഷ്ണൻ, ഹേമലത ആറുമുഖൻ എന്നിവർ പ്രസംഗിച്ചു. ആര്യശ്രീ ഉദയകുമാർ യോഗ ക്ലാസിന് നേതൃത്വം നൽകി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നു. ഇങ്ങനെ തുറക്കാൻ പറ്റാത്തവർക്ക് ഈ 2 വിരലുകൾ ഉപയോഗിച്ചിട്ട് കണ്ണ് വലുതാക്കിയിട്ട് തുറന്നിട്ട് നോക്കാം. പിന്നെ നമ്മൾ അമർത്തി അടച്ചു, കണ്ണ് വലുതാക്കി തുറന്നു, അമർത്തി അടച്ചു, വലുതാക്കി തുറന്നു, കണ്ണ് അമർത്തി 2 കൈകൊണ്ട് വലുതാക്കി തുറന്നു. അടയ്ക്കുന്ന സമയത്ത് കൈ ഉപയോഗിച്ച് അമർത്തി അടയ്ക്കരുത്, തന്നെ കണ്ണുകൾ അമർത്തി അടയ്ക്കുക. തുറക്കുന്ന സമയത്ത് 2 കൈ ഉപയോഗിച്ചിട്ട് വലുതാക്കി തുറന്നു. വയോജനങ്ങൾക്കായി ചെയർ യോഗയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. K വേലായുധൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആർട്ട് ഓഫ് ലിവിംഗ് ഷൊർണൂരിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. പൊതുജനങ്ങൾക്കായി ദ്വിദിന സൗജന്യ യോഗ സെഷൻ സംഘടിപ്പിച്ചു. കുളപ്പുള്ളിയിലെ ഷൊർണൂർ ജ്ഞാനക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ. ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർമാരായ PK വേണുഗോപാൽ, രാജേഷ് പോക്കണ്ടത്ത്, ജ്ഞാനക്ഷേത്രം പ്രസിഡന്റ് ജയരാജ്, സെക്രട്ടറി ദീപ, ട്രഷറർ ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നല്ല ഐക്യമാണ്, അല്ലെ, നല്ല ഇന്റലിജന്റ് ആണ് ഇന്നത്തെ കുട്ടികൾ. ഒരു കാര്യം ഒറ്റ തവണ പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യും. നമ്മളെക്കാൾ ഒരുപാട് ഫാസ്റ്റ് ആണ് അവർ തിങ്ക് ചെയ്യുന്നത്. അവരുടെ ബുദ്ധി ഷാർപ്പാണ്. പക്ഷെ അവർക്ക് അവർക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇമോഷൻസ്, അല്ലെ. അവർക്ക് ഇമോഷണൽ ബാലൻസ് ഇല്ല. പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ എടുത്തെറിയും, അത് പെട്ടെന്ന് ക്വിറ്റ് ചെയ്യും കാര്യങ്ങൾ. വേണ്ട തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഇമോഷൻസ് പെട്ടെന്ന് അവരെ ക്യാപ്ചർ ചെയ്യും. അപ്പൊ EQ കുറവും IQ കൂടുതലുമാണ്, അല്ലെ. EQ പറഞ്ഞാൽ ഇമോഷണൽ ക്വസ്റ്റ്യൻ, IQ എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. AOL വളണ്ടിയർമാർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP നേതാവ് N ശിവരാജനെതിരെ DYFI. ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം. ശിവരാജനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് DYFI നേതാക്കൾ. പഠന മികവിന് പ്രോത്സാഹനം. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി ബാങ്കുകളും ക്ലബ്ബുകളും. വിവിധ കേന്ദ്രങ്ങളിൽ അനുമോദന സദസ്സുകൾ. ഏകദിന തീർത്ഥാടന കേന്ദ്രമായ കഞ്ചിക്കോട് നല്ലിയട ദേവാലയത്തിൽ പൂർണ്ണദണ്ഡന മോചനം തേടി വിശ്വാസികൾ. ദേവാലയത്തിൽ ദിവ്യകാരുണ്യ തീർത്ഥാടക സംഗമം ഭക്തി നിർഭരമായി.
സംഗമിച്ചത് പാലക്കാട് ഒലവക്കോട് തത്തമംഗലം ഫറോനകളിൽ നിന്നുള്ള വിശ്വാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.